ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കാൽവരിമലയുടെ ഉച്ചിയിലുയർത്തിയ മരക്കുരിശിൽ മൂന്നാണികളിൽ തൂങ്ങിക്കിടന്ന് മരണത്തോട് മല്ലടിക്കുന്ന ഈശോ ജീവൻ വെടിയുന്നതിന് മുമ്പ് മൊഴിഞ്ഞ 7 മൊഴിമുത്തുകളിൽ 4-ാമത്തേത്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? ഈ തിരുവചനം കേൾക്കുന്ന ഒരു സാധാരണക്കാരന് തോന്നുന്നത് ഒരു മനുഷ്യൻ എത്തിച്ചേരാവുന്ന നിരാശയുടെ കൊടുമുടിയിൽ നിന്നുയരുന്ന, അല്ലെങ്കിൽ നിരാശയുടെ പാരമ്യത്തിൽ നിന്നുയരുന്ന വാക്കുകളാണെന്നാണ്. അപ്പം നമ്മുടെ ഒരു സ്വാഭാവികമായ സംശയം, ക്രൂശിതൻ നിരാശനോ? ദൈവം നിരാശനോ? ദൈവപുത്രൻ ഈശോ മിശിഹ നിരാശനോ? നിരാശനായ ഈശോയ്ക്കെങ്ങനെ ലോകരക്ഷകനാകാൻ സാധിക്കും? യഥാർത്ഥത്തിൽ 22-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യമാണ് ഈശോ ഉച്ചരിക്കുന്നത്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? ഈശോയുടെ പ്രിയ പ്രാർത്ഥനാ പുസ്തകമായിരുന്നു സങ്കീർത്തന പുസ്തകം. അമ്മ പഠിപ്പിച്ച പ്രാർത്ഥനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും സങ്കീർത്തനം തന്നെയായിരുന്നു. 22-ാം സങ്കീർത്തനം മനഃപ്പാഠമായിരുന്നു. അതുകൊണ്ടാണ് വേദനയുടെ ആധിക്യത്തിൽ അതിലെ 1-ാമത്തെ വചനം തന്നെ ഉരുവിടുന്നത്. യഹൂദർക്കൊരു സങ്കീർത്തനത്തിൻ്റെ 1-ാം വചനം ഉരുവിട്ടാൽ ആ സങ്കീർത്തനം മുഴുവൻ ഉരുവിട്ടതിന് തുല്യമാണെന്നാണല്ലോ. സങ്കീർത്തനം 22:6 എന്താ പറയുന്നത്? മനുഷ്യർക്ക് നിന്നാപാത്രവും പരിഹാസ വിഷയവും, ശത്രുക്കൾ ചുറ്റും നിരന്നു, കൈകാലുകൾ കുത്തിത്തുളച്ചു, വസ്ത്രങ്ങൾ പങ്കിട്ടെടുത്തു, അങ്കിക്കായി നറുക്കിട്ടു. ഈ 22-ാം സങ്കീർത്തനം മുഴുവൻ ഈശോയിൽ നിറവേറുന്നതായി ഈശോയ്ക്ക് തന്നെ തോന്നുകയാണ്. ആത്മാഭിമാനം നഷ്ടമായി. സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ശത്രുക്കളുടെയും ഒക്കെ മധ്യേ വെച്ച് അവസാന വസ്ത്രവും അടിവസ്ത്രമടക്കം ഉരിഞ്ഞു മാറ്റുകയാണ്. കൂടെ നിൽക്കേണ്ടവർ ഓടിയൊളിച്ചു, തള്ളിപ്പറഞ്ഞു, ഒറ്റിക്കൊടുത്തു. ഇപ്പോഴിതാ എപ്പോഴും കൂടെയുണ്ടായിരുന്ന പിതാവും കൈവിട്ടെന്നൊരു തോന്നൽ. ഈ പീഡാസഹനങ്ങൾ മുഴുവൻ അനുഭവിക്കുന്നത് മനുഷ്യത്വത്തിലാണ്. അപ്പോൾ മാനുഷികമായ ചിന്ത കടന്നു വരുമല്ലോ. പിതാവേ എന്ന് വിളിക്കാൻ കഴിയുന്നില്ലെന്ന്. നമ്മിലൊരുവനെപ്പോലെ ദൈവമേ എന്ന് വിളിക്കാനാണ് കഴിയുന്നത്. മാത്രമല്ല, മാനവകുലത്തിൻ്റെ പാപം മുഴുവൻ ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ ആ സകലരിലെയും സകലതരത്തിലുള്ള പാപങ്ങളും ഈശോ ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ ഈശോ പാപമായി മാറി എന്നൊക്കെയാണ് ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നത്. നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ചവൻ, കുരിശിൽ മരിച്ചവൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.